തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ജയന്തി രാജന്റെ തോൽവിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിനെതിരെ പരസ്യ പ്രതിഷേധമാണ് ഉയരുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകർ ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ചു. ഷാഹുൽ ഹമീദിന്റെ ഭാര്യ LDF-നായി പ്രചരണം നടത്തിയെന്നാണ് ആരോപണം. മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. വി എസ് സുജിത്ത്, പേരാമ്പ്ര പിടിച്ച ലീഗിന് കൂത്തുപറമ്പ് അസാധ്യമായിരുന്നില്ല. ജയന്തിരാജനെ നിർത്തിയ പരീക്ഷണം പരാജയപ്പെട്ടതിനു പിന്നിൽ ഈ പറയുന്ന മണ്ഡലം ഭാരവാഹിയുടെ ഒരു റോൾ ഉണ്ട് എന്നാണോ ലീഗ് പ്രവർത്തകരൊക്കെ കരുതുന്നത്? ഹമീദിന്റെ കോലമൊക്കെ കത്തിച്ചു. എന്താണ് സംഭവിക്കുന്നത്? പൊതുവേ ലീഗിന് വളരെ സന്തോഷ നിമിഷങ്ങളാണ്. അതിനെന്താ ഇടയിലൊരു കൂത്തുപറമ്പിൽ എന്താണ് ഒരു പൊട്ടിത്തെറി? ഡോക്ടർ അരുൺകുമാർ, ഈ അഴീക്കോടും കുത്തുപറമ്പും ഒരു പരാജയം നേരിട്ടത് ഇപ്പോൾ തളിപ്പറമ്പും പയ്യന്നൂരൊക്കെ കിട്ടിയപ്പോഴും അഴീക്കോടും കുത്തുപറമ്പും കിട്ടാതിരുന്നതിൽ കൂത്തുപറമ്പിനാണ് വലിയ പ്രതിഷേധമുള്ളത്. കാരണം ജയന്തി രാജൻ കേവലം 1000 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. കുത്തുപറമ്പിൽ ജയിച്ചു കയറാൻ സാധിക്കുമായിരുന്നു. ലീഗിന് സംഘടനാ സംവിധാനമുണ്ട്, കോൺഗ്രസിന് സംവിധാനമുണ്ട്. മാത്രവുമല്ല ഈ ഒരു ഓളത്തിൽ ഈ ഒരു ട്രെൻഡിൽ ജയിച്ചു കയറാൻ സാധിക്കുന്ന മണ്ഡലമായിരുന്നു. പക്ഷേ അവിടെ ലീഗിനകത്തുള്ള ഗ്രൂപ്പിസം വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. ഇന്നലെ യൂത്ത് ലീഗ് പരസ്യമായി തന്നെ പ്രതിഷേധം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാഹുൽ ഹമീദിന്റെ പേരെടുത്ത് വിമർശിച്ചു. ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ചു. ലീഗ് ഇന്നലെ നടത്തിയ പ്രകടനത്തിലും യൂദാസ് എന്നാണ് ഷാഹുൽ ഹമീദിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിൽക്കുകയും വിമത പ്രവർത്തനം നടത്തുകയും ചെയ്തതാണ് ജയന്തി രാജന്റെ പരാജയത്തിന് കാരണം. അതുകൊണ്ട് മണ്ഡലം കമ്മിറ്റി തന്നെ പിരിച്ചുവിടണമെന്നും മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിനെ പുറത്താക്കണമെന്നുമാണ് യൂത്ത് ലീഗും ലീഗിലെ ഒരു വിഭാഗവും ആവശ്യപ്പെടുന്നത്. ഓക്കെ, പൊതുവെ ലീഗിന്റെ വലിയ സന്തോഷ നിമിഷത്തിലും കൂത്തുപറമ്പ് ഇങ്ങനെ ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഷാഹുൽ ഹമീദിനെ പുറത്താക്കുക എന്നുള്ളതാണ് ആവശ്യം.